Then our next product is iGlow. അൺഡിനയബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതുപോലൊരു പ്രൊഡക്റ്റ് ഏഷ്യയിൽ ഐഗ്ലോ മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ സ്കിൻ കെയർ പ്രോഡക്റ്റ്, സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി പ്രോഡക്റ്റ്. പക്ഷേ സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി കാറ്റഗറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ എല്ലാം എക്സ്റ്റേണൽ യൂസിനുള്ളതാണ് അല്ലെ. സ്കിന്നിന്റെ പുറത്ത് പുരട്ടുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഏഷ്യയിൽ ആദ്യമായിട്ടാണ് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. അത് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ട് അകത്തേക്ക് കഴിക്കാനുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിന്നിന്റെ ഹെൽത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഇൻസൈഡ്. അകത്തുനിന്നാണ് സ്കിന്നിന്റെ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഹെൽത്ത്, അതിന്റെ ബ്യൂട്ടി എല്ലാം അകത്തിൽ നിന്നും പുറത്തേക്ക് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ഐഗ്ലോയുടെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകളാണെങ്കിലും എല്ലാവരും വളരെ നല്ല സൗന്ദര്യത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. യങ് ലുക്കിംഗ് ആവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി ആൻഡ് സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ ഇറ്റ്സ് എ പെർമനന്റ് സൊല്യൂഷൻ. ടെമ്പററി ആയിട്ട് ഔട്ടർ സ്കിന്നിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അല്ല നമ്മൾ കൊടുക്കുന്നത്, ഇൻസൈഡ്. റൈറ്റ്. അതുകൊണ്ടാണ് ഐഗ്ലോ ഒരു ഈറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ബ്യൂട്ടി ആൻഡ് വെൽനസ് മാർക്കറ്റ് നമ്മുടെ രാജ്യത്തുള്ള ഒരു പോസിബിലിറ്റി, ഒരു സ്കോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 $901.07 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്തൊരു ഇൻഡസ്ട്രിയാണ്. അതിന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 2024 ആകുമ്പോഴേക്കും 2463.49 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇറ്റ്സ് എ മൊണോപ്പൊളി പ്രൊഡക്റ്റ്, മൈ ഡിഫറൻസ്. വേറൊരു കമ്പനിക്കും ഇല്ല അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ്. റൈറ്റ്. സോ നമ്മുടെ മുമ്പിൽ അത്രയും വലിയൊരു മാർക്കറ്റാണ് ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രം ഉള്ളത്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കമ്പനി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി ഇറ്റ്സ് കോൾഡ് ന്യൂട്രി കോസ്മെറ്റിക്സ്. ന്യൂട്രിയൻസിന്റെയും ഹെർബൽ എക്സ്ട്രാക്ട്സിന്റെയും ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു കോമ്പോസിഷൻ, അത് അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അത് അകത്തേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് എൻറ്റയർ സ്കിന്നിൽ നമുക്ക് തരുന്നുണ്ടാവും. ഹെഡ് ടു ടോ ടോട്ടൽ സ്കിന്നിലാണ് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. ഒപ്പം നഖങ്ങളുടെയും മുടികളുടെയും ഒക്കെ ആരോഗ്യത്തിനും നമ്മുടെ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ്. കാരണം നഖമായാലും മുടിയായാലും അതെല്ലാം വളരുന്നത് സ്കിന്നിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും നമ്മൾ കൊടുക്കേണ്ടത് സ്കിന്നിനകത്തുള്ള കോശങ്ങൾക്കാണ്. റൈറ്റ്. പുറത്ത് പുരട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടില്ല. സോ അകത്ത് തന്നെ കൊടുക്കണം. അതാണ് ഈ ഒരു ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ ഇത്രമാത്രം യുണീക്ക് ആക്കുന്നത്. സോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സാഫ്രോൺ. കാശ്മീർ വാലി എന്നുള്ള വേൾഡിലെ ബെസ്റ്റ് ക്വാളിറ്റി സാഫ്രോൺ, ദ മോസ്റ്റ് എക്സ്പെൻസീവ് സ്പൈസ് ഇൻ ദ വേൾഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ്. സാഫ്രോണിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആൻഷ്യന്റ് ട്രഡീഷണൽ ആയുർവേദ ടെക്സ്റ്റുകൾ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് സ്കിൻ നർച്ചർ ചെയ്യുന്നതായാലും മോയ്സ്ചറൈസിങ് ചെയ്യുന്നതാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. സോ സ്കിൻ ആൻഡ് ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ആയുർവേദത്തിൽ പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ് സാഫ്രോൺ. ആ സാഫ്രോൺ ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അത് കൂടാതെ ഇതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് ഐഗ്ലോ. നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസിനകത്തുണ്ട്. നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ ഇതിലൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ്. സോ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ ഡൾനെസ്സും അതുപോലെ ഡാർക്ക് സ്പോട്ട് റിഡക്ഷനും ഒക്കെ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല സ്കിന്ന് വളരെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ പ്ലാന്റ് കൊളാജൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ഇത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് ഈ ഒരു ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡാമേജുകളെ, ഫ്രീ റാഡിക്കൽ ഡാമേജിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഹൈഡ്രേഷൻ നിലനിർത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. കോജിക് ആസിഡ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളതുകൊണ്ട് സൺ ഡാമേജിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. ഒപ്പം ഡാർക്ക് സ്പോട്ട് റിഡ്യൂസ് ചെയ്യാനും സ്കിന്നിന്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കോജിക് ആസിഡ് വളരെ ഹെൽപ്ഫുൾ ആണ്. ലിക്കോറൈസ് എക്സ്ട്രാക്ട്, ഇരട്ടി മധുരത്തിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്, അത് സ്കിൻ ലൈറ്റനിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് മാത്രമല്ല എക്സസീവ് ആയിട്ടുള്ള ഓയിൽ സ്കിന്നിൽ ഉണ്ടാകുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ലിക്കോറൈസ് എക്സ്ട്രാക്ട്.
അതുകൂടാതെയുള്ള 2 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് ലൂട്ടീൻ. മാരിഗോൾഡ് ഫ്ലവറിൽ നിന്ന് എടുക്കുന്ന ലൂട്ടീൻ സ്കിൻ ഹൈഡ്രേഷനും അതുപോലെ അതിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നാച്ചുറൽ കോ എൻസൈം Q10 നമ്മുടെ കോശങ്ങളിൽ എനർജി പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് കോ എൻസൈം Q10. സോ സ്കിന്നിലുള്ള കോശങ്ങളിൽ നല്ല രീതിയിൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നാച്ചുറൽ കോ എൻസൈം Q10 വളരെ സപ്പോർട്ടീവ് ആണ്. സോ എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാവും. കോശങ്ങൾ വളരെ ഹെൽത്തി ആണെങ്കിൽ, എനർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ സ്കിന്നിൽ ഉണ്ടാകും. റൈറ്റ്. സോ വളരെ നല്ല ഗ്ലോ ഉള്ള ഒരു യുവത്വം തുളുമ്പുന്ന രീതിയിലുള്ള ഒരു വൈബ്രന്റ് ആയിട്ടുള്ള സ്കിൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു കോ എൻസൈം Q10 സ്കിന്നിലുള്ള കോശങ്ങളിൽ ആവശ്യത്തിനുള്ള എനർജി പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, സ്കിൻ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ കറുത്ത ഒരാൾ വെളുക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ ഒരു സ്കിന്നിന്റെ നാച്ചുറൽ ടോൺ എന്താണോ അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ടാവും. ആന്റി ഏജിങ് ആൻഡ് ആന്റി റിങ്കിൾ, പ്രായം കൂടുന്നതിനനുസരിച്ച് സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അതിനേക്ക് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. സ്കിൻ മോയ്സ്ചറൈസിങ്, സ്കിന്നിലുള്ള വാട്ടർ ലെവൽ എപ്പോഴും നിലനിർത്താൻ സഹായിക്കുന്നുണ്ടാവും. ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ, ചില ആൾക്കാരുടെ സ്കിന്നിൽ കാണാം കറുത്ത കുത്തുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും, അതിനേക്ക് റിഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ബ്ലെമിഷ് കൺട്രോൾ, മുഖക്കുരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കറുത്ത പാട് വരും, അതിനെ കൺട്രോൾ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യും. റേഡിയന്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ, സ്കിൻ ഡാമേജ് കൺട്രോൾ, സ്കിന്നിൽ ഉണ്ടാകുന്ന പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന പല ഡാമേജിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് ആണ്. സ്കിൻ റിജുവിനേഷൻ, ഒരു പ്രസരിപ്പുള്ള ഉണർവുള്ള ഒരു സ്കിന്നാക്കി മാറ്റുന്നുണ്ടാവും, നല്ലൊരു ഗ്ലോ തരുന്നുണ്ടാവും. അതോടൊപ്പം ഒരു സ്കിൻ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. നമ്മുടെ ലിവർ എപ്പോഴും ഡീടോക്സിക് ആയിരിക്കണം, അല്ലെങ്കിൽ ടോക്സിക് ആയിരിക്കരുത്. ടോക്സിക് ആണെങ്കിൽ അല്ലെങ്കിൽ പോയ്സണസ് കണ്ടന്റ് ലിവറിൽ ഉണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫൈ ചെയ്യണം. ഒപ്പം ബ്ലഡ് പ്യൂരിഫൈഡ് ആയിരിക്കണം. ലിവർ ടോക്സിക് ആണെങ്കിൽ, ബ്ലഡ് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മുടെ സ്കിന്നിൽ വരും, സ്കിന്നിൽ ഡാമേജസ് ഉണ്ടാകും. സോ സ്കിൻ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ് ലിവർ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, പുറത്തൊരു ക്രീം പുരട്ടിയത് കൊണ്ട് ലിവർ ഡീടോക്സിഫിക്കേഷനോ ബ്ലഡ് പ്യൂരിഫിക്കേഷനോ നടക്കില്ല, അതിനകത്തേക്ക് തന്നെ കഴിക്കണം. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കമ്പനി എന്തുമാത്രം ഡീപ്പായിട്ടുള്ള റിസർച്ചും കെയറും കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും യുണീക്ക് ആയിട്ട് നിർത്തുന്നത്. സോ വാട്ട് ആർ ദ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് തരം സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും ഉപയോഗിക്കാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നമ്മുടെ ഐഗ്ലോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഒരു ദിവസം 1 or 2 സാഷെ ഉപയോഗിക്കുക. നിർബന്ധമായിട്ടും ഭക്ഷണം കഴിച്ചൊരു 15 മിനിറ്റിന് ശേഷം ആഫ്റ്റർ ഫുഡാണ് ഐഗ്ലോ ഉപയോഗിക്കേണ്ടത്. റൈറ്റ്. ദെൻ ലോങ്ങർ ഡ്യൂറേഷൻ ഇത് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇറ്റ്സ് 100% സേഫ് ആൻഡ് നാച്ചുറൽ. ആൻഡ് എന്തെങ്കിലും കോസ്മെറ്റിക്സോ മെഡിസിൻസോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം ഇത് ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കോൺട്രഡിക്ഷനോ ഒന്നും ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടാവില്ല. ഇറ്റ്സ് വെരി സേഫ് ടു യൂസ്. റൈറ്റ്. സോ 4 ഡിഫറെന്റ് ടേസ്റ്റിലുള്ള പൗച്ചുകൾ, ഓരോന്നിന്റെ 7 വീതം, ടോട്ടൽ 28 ഒരു ബോക്സിൽ ഉണ്ടാവുക. റൈറ്റ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് നമ്മുടെ ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. സോ നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് സ്കിൻ ഹെൽത്ത് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്.